Good morning, all. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഫജർ നിസ മാം ആണ്. മാമിനെ ഞാൻ സ്നേഹത്തോടുകൂടി ഇൻവൈറ്റ് ചെയ്യാണ്. മാം, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഇന്ന് മോർണിംഗ് സർക്കിളിന്റെ എത്രാമത്തെ ദിവസമാണ്? 200 എത്രാമത്തെ ദിവസമാണ്? ആർക്കും അറിയില്ല. നോക്കിയില്ല. 267 ആണെന്നാണ് എൻ്റെ ഒരു തോന്നല്, അല്ലേ സജിന മാം? എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. 260 ആണോ? നോക്കാം. ആണെന്നാണ് എൻ്റെ ഒരു തോന്നല്. ഓക്കെ, എനിവേ ഗുഡ് മോർണിംഗ് ഓൾ. 274 ആണ്. 74. ഓക്കെ, എല്ലാവർക്കും സുഖല്ലേ? അതെ അതെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങളുമായിട്ട് ഒരു ദിവസം കൂടി ഒരുമിച്ചിരിക്കാനും സന്തോഷിക്കാനും നിങ്ങളെയൊക്കെ കാണാൻ എന്ന് പറയാൻ പറ്റുമോന്ന് അറിയില്ല, ആരെയും കാണുന്നില്ലേ. ഓക്കെ, എന്തായാലും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും അതുപോലെയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? സോളമൻസ് പാരഡോക്സ് അല്ലേ? യെസ്, പാരഡോക്സ് ആണ്. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇഷ്ടമാണോ? ആർക്കും ഒരു പൈസയും ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ ഉപദേശിക്കുക എന്ന് പറയുന്നത്. പോട്ടെ, മറ്റുള്ളവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അതിൽ ഇടപെടുകയും അവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സൂസൻ മാം ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിച്ചു കൊടുത്തിട്ടുണ്ടോ? ബുദ്ധിമാപൂർവമായിട്ടൊരു തീരുമാനമൊക്കെ എടുത്തിട്ട്? ജീവിതത്തിൽ അത് യെസ്, ഡെഫിനറ്റ്ലി. മക്കളുടെ കാര്യത്തിലും ഒക്കെ നമ്മള് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളോട് വന്നിട്ട് ഭയങ്കര വിഷമത്തിൽ വന്നിട്ടൊരു കാര്യം പറയാണ്. അതായത് അവരുടെ റിലേഷൻ ബ്രേക്കപ്പ് ആയി. അപ്പൊ അറിയാലോ, ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളോട് വന്നിട്ട് ഒരു ഒരു ഇമോഷണൽ സപ്പോർട്ട് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അവരെ ശ്രദ്ധയോടെ കേൾക്കും. അതാണ് ആദ്യമേ ചെയ്യുന്നത്. പിന്നെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കും. കഴിയുന്നിടത്തോളം ആ പ്രശ്നത്തിന് ഒരു പരിഹാരമൊക്കെ നിർദ്ദേശിക്കും. വളരെ ബുദ്ധിപൂർവമായി ആലോചിച്ച് നിങ്ങളൊരു തീരുമാനമൊക്കെ എടുക്കും, അല്ലേ? ഇനി ഞാനൊരു ചോദ്യം. നിങ്ങളൊരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു, അയാൾക്ക് ഭയങ്കര ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുത്തു, അയാൾ ഓക്കെ ആയി പോയി നിൽക്കും. കുറച്ച് ദിവസത്തിന് ശേഷം ഇതേ സംഭവം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നൊന്ന് സങ്കല്പിക്കൂ. ഭയങ്കര റിലേഷനിലായിരുന്ന ആള് ബ്രേക്കപ്പ് ആയി. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? സ്വന്തം കാര്യം വരുമ്പം കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോ നമ്മൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് വളരെ ബുദ്ധിപൂർവമായിട്ട് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും. നിഷ്പക്ഷമായിട്ട് തന്നെ ആ കാര്യത്തിൽ ഇടപെടാൻ പറ്റും, അല്ലേ? വലിയ ഉപദേശങ്ങളൊക്കെ സാരമില്ല, പോട്ടെ, ഇതിലും നല്ലതൊക്കെ നിനക്ക് വരും, ഇതല്ലെങ്കിലും ആളൊരു ടോക്സിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്
നമ്മൾക്ക് പറയാവുന്നതിന്റെ മാക്സിമം, കാരണം വളരെ പൂർവമായി നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുകയും ലോജിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ സ്വന്തം പ്രശ്നം വരുമ്പോൾ പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവണ്ണം പരാജയപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മൾ ആ ഇമോഷനില് അടിമപ്പെട്ടു പോകും, അല്ലേ? അപ്പൊ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ലോകത്തെ മുഴുവൻ തിരുത്താൻ വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടായിട്ടും സ്വന്തം വികാരങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ മുന്നിൽ ആ വിജ്ഞാനത്തെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ബുദ്ധിപരമായി കാണാനുള്ള മനുഷ്യന്റെ ഈ കഴിവിനെയാണ് സോളമൻസ് പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പൊ സോളമനെ നിങ്ങൾക്കെല്ലാം അറിയാം, പ്രോഫറ്റ് സോളമനെ, അല്ലേ? അറിയാം അപ്പോ അറിയാം. ഇത് ആ സോളമന്റെ പേര് തന്നെയാണ്, പ്രോഫറ്റ് സോളമന്റെ പേര് തന്നെയാണ് ഇതില് ഇട്ടേക്കുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. അപ്പൊ പ്രോഫറ്റ് സോളമന്റെ വിജ്ഞാനവും പ്രശ്നപരിഹാര ശേഷിയും കൊണ്ടാണ് ഈ പേര് ഇതിന് വന്നത്. അതായത് മനുഷ്യർക്ക് എത്രത്തോളം, അതല്ലെങ്കിൽ ആ സോളമൻ വിജ്ഞാനത്തിന്റെ ഒരു പ്രതിനിധിയാണ് ആയിട്ടാണ് കാണുന്നത്. രാജ്യത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയധികം പ്രതിവിധി നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ അത്രത്തോളം മനുഷ്യർക്ക് അറിവും കഴിവും, അതായത് നോളജും വിസ്ഡവും അല്ലെങ്കിൽ ബുദ്ധിയും വിവേകവും പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടേതല്ലാത്ത പ്രശ്നങ്ങൾക്ക് നമ്മൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നത്, അല്ലേ? അപ്പൊ ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിയും ഉപദേശിക്കുന്ന വ്യക്തിയും, അതായത് ഞാൻ ഉപദേശിക്കുമ്പോഴുണ്ടാകുന്ന വ്യക്തിയും ഞാൻ അത് സ്വന്തമായി അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് വ്യക്തികളാണ്. മനസ്സിലാവുന്നോ പറയുന്നത്? ഉണ്ട്. മറ്റൊരാൾക്ക് നമ്മൾ യുക്തിയോടെയും ധൈര്യത്തോടെയും പ്രശ്നം പറഞ്ഞ് പരിഹരിച്ചു കൊടുക്കുമ്പോൾ സ്വന്തം വ്യക്തി ജീവിതത്തിൽ നമ്മളൊരു സാധാരണ വെറും ബിലോ ഒരു മനുഷ്യനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രതിസന്ധികളിൽ ഈ നമ്മളുടെ വിസ്ഡം ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയാതെ വരുന്നു. നോളജ് വേറെ, വിസ്ഡം വേറെയാണ്. നോളജ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാലോ, അറിവാണ്. പക്ഷെ ആ അറിവിനെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ അത് പ്രയോഗിക്കലാണ്. അപ്പൊ ആ വിസ്ഡം, അതായത് മറ്റൊരാളുടെ കാര്യത്തിൽ നമുക്ക് ഒരു നിഷ്പക്ഷത വരും, ഒബ്ജക്റ്റിവിറ്റി വരും. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ അത് സബ്ജക്റ്റിവിറ്റി അഥവാ അമിത വൈകാരികതയാണ് ഉണ്ടാകുന്നത്. എൻ്റെ മനസ്സിൽ ഈ ഒരു വിഷയം വരാൻ കാരണമുണ്ട്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, എൻ്റെ ഒരു സോൾമേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അവളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് എന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ടൊരു 60ഓളം ദിവസം, 50 ദിവസത്തോളം പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി, കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഒരു 40ഓളം ദിവസം അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ കണ്ടീഷൻ മാറിയപ്പോഴാണ് ഒന്ന് ICU തന്നെ ആയിരുന്നു. ICU നിർത്തുന്നതിനൊക്കെ, ICU അല്ല, മറ്റേ വെന്റിലേഷനിൽ തന്നെ ആയിരുന്നു. ഒരു 5 ദിവസത്തോളം അവള് റൂമിൽ നിന്നു. പക്ഷെ ആ സമയം അവൾ അനുഭവിച്ച ആ ഒരു ഇത്, ഏതായാലും അദ്ദേഹം മരണപ്പെട്ടിപ്പോ ഏതാണ്ട് 6 മാസമായിട്ടുണ്ടാകും. പക്ഷെ ഇതുവരെ ആള് തിരികെ എത്തിയിട്ടില്ല പഴയ ആ ഒരു കണ്ടീഷനിലേക്ക്. അപ്പോ എനിക്ക് തോന്നി, ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സംസാരിക്കുകയേ ഇല്ല. ഭക്ഷണം വളരെ കുറവാണ്, ഉറക്കവും വളരെ കുറവാണ്.
മുഖമെല്ലാം കൂടി ഇങ്ങനെ വീർത്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ദിവസവും പോവും അവിടെ. അപ്പൊ ഒരു വിധമൊക്കെ സംസാരിക്കാൻ ഞാൻ തമാശ പറയുകയും ചിരിക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഞാൻ ചോദിച്ചു, നീ എല്ലാവർക്കും ഉപദേശമൊക്കെ പറയുന്ന ആളാണല്ലോ, നീ അതെന്താന്ന് സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അവൾ എന്നോട് ചോദിച്ചതാണിത്. ഉപദേശം നൽകാൻ എളുപ്പമാണ്, പക്ഷെ അത് അനുഭവിക്കുമ്പോൾ ഞാൻ വേറൊരാളായി പോയി എന്ന്. ആ ഒരു സെന്റൻസ് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്തു. ഞാൻ അതിങ്ങനെ വിചാരിച്ചു ഇത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്തു, പലരോടും ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ വേറെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ചില സന്ദർഭങ്ങളിൽ, അതായത് ഇപ്പം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ സന്ദർഭങ്ങളിൽ ഞാൻ കുക്ക് ചെയ്ത് ഫുഡ് കൊണ്ട് വെക്കുമ്പോ എന്നോട് ഹസ്ബൻഡ് ചോദിക്കും, ഇന്നത്തെ ഫുഡിനൊരു ടേസ്റ്റ് ഇല്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ പറയും, ടേസ്റ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ എടുത്തു പോയി എന്ന് പറയും. ദേഷ്യം പിടിച്ചിട്ടായിരിക്കും കുക്ക് ചെയ്യാന്നുള്ള അത്. ടേസ്റ്റ് ഉണ്ടാവില്ല, സത്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇനി ഒന്ന് കുക്ക് ചെയ്യുന്നവർ അതൊന്ന് നോക്കണം കേട്ടോ. ദേഷ്യം പിടിച്ച് നമ്മൾ ആ ഒരു മൈൻഡ്ഫുള്ളോട് കൂടി ചെയ്തില്ല എങ്കിൽ അതത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മനസ്സിൻ്റെതാണ് അല്ലേ. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ വിസ്ഡം നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ സോളമൻസ് പാരഡോക്സിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായ ഒരു അടിത്തറ നൽകിയത് കാനഡയിലെ വാട്ടർലൂ യൂണിവേഴ്സിറ്റി സൈക്യാട്രിസ്റ്റ് ഇഗോർ ഗ്രോസ്മാൻ ആണ്. ഇഗോർ ഗ്രോസ്മാൻ ആണ്. അദ്ദേഹം കുറെ പരീക്ഷണങ്ങളൊക്കെ ഇതിൽ നടത്തിയിട്ടൊക്കെ ഉണ്ട്. ആ എക്സ്പെരിമെന്റിനെ കുറിച്ചൊന്ന് പറയാം. അദ്ദേഹം കുറച്ച് ആളുകളെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. എന്നിട്ട് എ ഗ്രൂപ്പ് എന്നും ബി ഗ്രൂപ്പ് എന്നും പേരൊക്കെ നൽകി. അതിനുശേഷം അദ്ദേഹം ഈ 2 കൂട്ടർക്കും ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കൊടുത്തു. അതായത് പറഞ്ഞത്, ഒരു ഗ്രൂപ്പിൽ പറഞ്ഞു, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്തു, നിങ്ങൾ ഈ പ്രശ്നത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇതെങ്ങനെ പരിഹരിക്കും എന്ന് പറയണം എന്ന് പറഞ്ഞു. മറ്റേ സെക്കൻഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബി ഗ്രൂപ്പിനോട് പറഞ്ഞത്, നിങ്ങളുടെ സുഹൃത്തിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, സുഹൃത്ത് നിങ്ങളോട് വന്നിട്ട് കാര്യം പറഞ്ഞു, അപ്പോ നിങ്ങൾ ഈ സുഹൃത്തിനെ എങ്ങനെ ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെന്ത് സൊല്യൂഷൻ കൊടുക്കും. ഇതായിരുന്നു ആ എക്സ്പെരിമെന്റ്. അപ്പൊ ഈ 2 ഗ്രൂപ്പിൽ നിന്നും കിട്ടിയ അവരുടെ മറുപടികൾ വിശകലനം ചെയ്ത ഗ്രോസ്മാൻ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണെന്നറിയോ? എ ഗ്രൂപ്പുകാര് വളരെ ഇമോഷണലായും നാരോ മൈൻഡഡ് ആയിട്ടുമാണ് പ്രതികരിച്ചത്. അപ്പൊ അവർക്ക് ആ പ്രശ്നത്തിന്റെ പല വശങ്ങളെയും ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതായത് അവർ ലാക്ക് ഓഫ് വിസ്ഡം ഇൻ സെൽഫ് എന്ന അവസ്ഥയിലായിരുന്നു. അതേസമയം ബി ഗ്രൂപ്പുകാര് വളരെ പക്വതയോടെയും ദീർഘവീക്ഷണത്തോടെയും വിട്ടുവീഴ്ച മനോഭാവത്തോടെയും ഒക്കെ ഈ പ്രശ്നം വേണ്ടവണ്ണം പരിഹരിക്കുകയും സുഹൃത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ നാം കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ വളരെ അറിവുള്ളവരും കഴിവുള്ളവരും അങ്ങനെയുള്ള ആളുകൾ പോലും സ്വന്തം കാര്യത്തിൽ വിവേകശൂന്യമായി പെരുമാറുന്നു എന്നാണ് ഗ്രോസ്മാൻ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ തെളിയിച്ചത്. അദ്ദേഹം പറയുന്നത്, നമ്മളുടെ ബുദ്ധിക്ക് ഒരു വൈസ് റീജിയനുമുണ്ട്, ഒരു ബ്ലൈൻഡ് സ്പോട്ടുമുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ വേറൊരാളിലേക്ക് തിരിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ടിന്റെ കാര്യത്തിലേക്ക് തിരിയുമ്പോൾ ഈ വൈസ് റീജിയൻ വളരെ ആക്റ്റീവ് ആവും, വളരെ വേഗത്തിൽ ആക്റ്റീവ് ആകും. പക്ഷെ അത് സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ മിക്കവാറും ഈ ബ്ലൈൻഡ് സ്പോട്ടിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ ബ്ലൈൻഡ് സ്പോട്ട് കൊണ്ടായിരിക്കും.
അപ്പൊ നമുക്കറിയാലോ, ഈ അടുത്തിടെയൊക്കെ നമ്മൾ കേട്ട കുറെ വാർത്തകളുണ്ട്. അതായത് സ്വന്തമായി ഒരു പ്രശ്നം നേരിടേണ്ടി വരുമ്പോൾ അത് ഫേസ് ചെയ്യാൻ പറ്റാതെ സൂയിസൈഡിൽ അഭയം പ്രാപിച്ച 1-2 കേസസ് ഈ അടുത്ത കാലത്ത് ഉണ്ടായല്ലോ, അല്ലേ? അതിൽ ഏറ്റവും എല്ലാവരെയും വിഷമിപ്പിച്ച ഒരു കേസായിരുന്നു. ഭയങ്കര അങ്ങേയറ്റത്തെ പിന്നെ ആത്മവിശ്വാസമുള്ള, പിന്നെ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പോസിറ്റിവിറ്റി നൽകിയിരുന്ന, കോൺഫിഡന്റ് തന്റെ മുഖമുദ്രയാക്കി മാറ്റിയിരുന്ന ഒരാളുടെ സൂയിസൈഡ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത്രയുമൊക്കെ കഴിവും പ്രാപ്തിയും മറ്റുള്ളവർക്ക് പോസിറ്റിവിറ്റി നൽകാനും ഒക്കെ കഴിഞ്ഞിരുന്ന ആൾക്ക് സ്വന്തം ജീവിതത്തിൽ അത് പ്രയോഗിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ആ ചോദ്യം ഉണ്ടല്ലോ, അതാണ് ഈ സോളമൻസ് പാരഡോക്സ് എന്ന പ്രതിഭാസത്തെ അടിവരയിടുന്നത്. ചുരുക്കി പറഞ്ഞാല്, മറ്റൊരാളുടെ പ്രശ്നത്തിൽ നമ്മൾ യുക്തിവാദികളാകും, അതേസമയം സ്വന്തം പ്രശ്നം വരുമ്പോഴോ നമ്മൾ വികാരജീവിയാകുന്നു എന്നാണ്. ഇത് നമ്മളുടെ കഴിവുകേട് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ? അല്ല, അത് നമ്മളുടെ ബ്രെയിൻ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇനി നമുക്കിതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സൈഡ് ഒന്ന് നോക്കാം. നമ്മുടെ ബ്രെയിൻ ഈ ഇരട്ട നീതി നടപ്പാക്കുന്നതിന് പിന്നിൽ വളരെ വ്യക്തമായ ന്യൂറോ സയൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തമ്മിൽ നടക്കുന്ന പോരാട്ടമാണിത്. ആ പോരാട്ടമൊന്നും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഏതൊക്കെയാണ് ആ ഭാഗങ്ങളെന്നറിയോ? ഒന്ന് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, മറ്റൊന്ന് നമ്മുടെ ലിംബിക് സിസ്റ്റം. നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മളുടെ ലോജിക്കായിട്ടുള്ള തിങ്കിങ്, അതുപോലെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ചുമതലയാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനുള്ളത്. അപ്പോൾ മറ്റൊരാളുടെ പ്രോബ്ലം കേൾക്കുമ്പോൾ അത് സോൾവ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് കൃത്യമായി ആക്ടിവേറ്റ് ചെയ്യുകയും നമുക്ക് വളരെ വേഗത്തിൽ ലോജിക്കായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുമൊക്കെ സാധിക്കും. അതേസമയം നമ്മുടെ ലിംബിക് സിസ്റ്റം ഈ ബ്രെയിനിന്റെ ഏതാണ്ട് മധ്യഭാഗത്തൊക്കെ ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. അപ്പോൾ സാധാരണ ഈ ആള് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫിയർ, ആങ്സൈറ്റി, പിന്നെ സ്ട്രെസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ചുമതല അയാൾക്കാണ്. അപ്പൊ സ്വന്തം പ്രശ്നം വരുമ്പോ ഈ ലിംബിക് സിസ്റ്റം ഉണരുകയും ഉടൻ തന്നെ അമിഗ്ഡാല ആക്ടിവേറ്റ് ആവുകയും നമ്മളുടെ ആ സിറ്റുവേഷൻ ഒരു പിന്നെ ത്രെട്ട് ആയിരിക്കുമല്ലോ നമ്മൾ പ്രശ്നത്തിലാകുമ്പോൾ, ആ ഒരു ത്രെട്ട് മനസ്സിലാക്കിയിട്ട് അമിഗ്ഡാല എന്ത് ചെയ്യും? പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ മറികടന്നുകൊണ്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കും. അപ്പോ അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ ഓവർടേക്ക് ചെയ്തെടുക്കുന്നതിന് അമിഗ്ഡാല ഹൈജാക്ക് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു, ഇല്ലേ? അപ്പോ അതായത് നമ്മളുടെ വിവേകത്തെ അടിച്ചമർത്തിക്കൊണ്ട് വികാരം അവിടെ പ്രവർത്തന നിരതനാകുന്നു എന്നുള്ളതാണ്. അപ്പോ യുക്തി നിഷ്ക്രിയമാകുമ്പോൾ എന്തു പറ്റും? മറ്റുള്ളവർക്ക് നൽകുന്ന അറിവും പ്രോബ്ലം ഒരു സൊല്യൂഷനും ഒക്കെ നമ്മളുടെ കാര്യത്തിൽ നടക്കാതെ വരികയാണ്. അപ്പം ഈ നമ്മളുടെ നോളജ് ഉണ്ട്, പക്ഷെ ആ വിസ്ഡം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. അപ്പൊ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഒന്ന് എടുത്തു നോക്കൂ. ഈ കമ്പ്യൂട്ടർ ഒരു ലോഡൊക്കെ ആവുമ്പോൾ എന്ത് പറ്റും? ഹാങ് ആകാറുണ്ടല്ലോ. അപ്പോ ഈ
കമ്പ്യൂട്ടർ ഹാങ് ആകുന്ന അതേപോലെ തന്നെയാണ് നമ്മളുടെ മൈൻഡും അപ്പോൾ ഉണ്ടാവുക. ഹാങ് ആയി. അപ്പൊ നമ്മളുടെ ചിന്താശേഷിയെ ഒന്നാകെ അപ്സെറ്റ് ആക്കിക്കൊണ്ടായിരിക്കും ഈ പ്രശ്നം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. പിന്നെ വേറെ ഒരു വില്ലൻ കൂടിയുണ്ട്. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണത്? നമ്മൾ സാധാരണ സ്ട്രെസ് ഒക്കെ വരുമ്പോ എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വില്ലന്മാര് ചേട്ടന്മാരുണ്ട്. ഹോർമോൺസ്. യെസ്, ഇതാണ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേട്ടന്മാര്, വില്ലന്മാര്. ആരൊക്കെയാണ്? കോർട്ടിസോള്, പിന്നെ വേറെ എന്താണ്, അഡ്രിനാലിൻ. അഡ്രിനാലിൻ. ഇങ്ങനെയുള്ള ഈ ഹോർമോൺസും ഒരു വലിയ ഒരു റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോ ഇവര് രണ്ടാളും കൂടി ബ്ലഡിലേക്ക് വരികയും ഇത് നമ്മളുടെ ബ്രെയിനിന്റെ വർക്കിംഗ് മെമ്മറിയെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ആകെ കൺഫ്യൂഷൻ ആകും. നമ്മൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. ഇനി അഥവാ നമ്മൾ തീരുമാനം എടുത്തു എന്ന് വിചാരിക്കാം, അത് സക്സസ് ആവുമോ? മിക്കവാറും 99.99% അത് പരാജയവുമായിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ചിലരൊക്കെ ഈ സൂയിസൈഡ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ പറയും, ഓ എല്ലാവരെയും ഉപദേശിക്കുന്ന ആളായിരുന്നു, എന്നിട്ടിപ്പോ എന്തേ അതൊന്നും സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് നമ്മള് സാധാരണ ചോദിക്കും അല്ലേ? അപ്പൊ ഇനി അത് ചോദിക്കരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോ നിങ്ങൾ അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ കോൺഫിഡന്റ് റോയി മരണത്തിന് തൊട്ട് മുമ്പ് അമ്മയെ കോൾ ചെയ്തിരുന്നു. പക്ഷെ അമ്മ ആ കോള് അറ്റൻഡ് ചെയ്തില്ല. അമ്മയ്ക്ക് എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് ചിലപ്പോ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാകാം വിളിച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷെ ആ കോൾ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അമ്മയ്ക്ക് നിർദ്ദേശിക്കാൻ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇനി അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പൊ മറ്റൊരാളുടെ പ്രശ്നമാകുമ്പോൾ ഈ ഹോർമോൺ പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നില്ല, ഇല്ലേ? നമ്മുടെ ബോഡിയിൽ ഹോർമോൺ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല, അവർക്കാണ് അത് ഉണ്ടാകുക. അതുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ബുദ്ധിപൂർവമായി ലോജിക്കായി ഒക്കെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഇപ്പൊ അവര് നമ്മളോട് വേദനകളൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മളുടെ ബോഡിയിൽ എമ്പതി ഉണ്ടാകും അല്ലെ? നമുക്ക് തോന്നുക എമ്പതിയാണ്. പക്ഷെ എന്നാലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യാത്തിടത്തോളം നമ്മളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നമുക്ക് നമ്മുടെ ശരീരത്തിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ സങ്കടവും അവരോട് സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ടും നമ്മളുടെ ന്യൂറോണിനും ചിന്തിക്കാനുള്ള ഒരു ന്യൂറോണൽ ഫ്രീഡം കിട്ടും. അതുകൊണ്ട് നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ കഴിയും. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് വളരെ വേഗം സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നതും അതേ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പാനിക് ആകുന്നതും. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് സോളമൻസ് പാരഡോക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതും ഇഗോർ ഗ്രോസ്മാൻ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയതും ഒക്കെ. അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മളുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പെട്ടെന്ന് ചില ആൾക്കാർക്ക് നമ്മുടെ പ്രശ്നം തുറന്നു പറയാൻ ചിലപ്പോൾ സാധിക്കില്ല, ചിലർക്ക് പറയണം എന്ന് തോന്നാറില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഈ ലിംബിക് സിസ്റ്റത്തെ ഒന്ന് ശാന്തമാക്കണം അല്ലേ? എങ്കിലല്ലേ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ ഈ ലോജിക് തിങ്കിങ്ങിനെ തിരികെ കൊണ്ടുവരാനായി ചില ടെക്നിക്കുകളൊക്കെ പറയുന്നുണ്ട്. അതും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്നാമത്തത് നമ്മളിപ്പോ ഇതേ ചെയ്തതുപോലെയുള്ള ബ്രീതിങ് ടെക്നിക്കുകളാണ്. ബോക്സ് ബ്രീതിങ് എന്ന് പറയും. അറിയാവോ? 4 സെക്കൻഡ്സ് ഇൻഹെയിൽ ചെയ്യുന്നു, 4 സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്യുന്നു, പിന്നീട് 4 സെക്കൻഡ്സ് കൊണ്ട് വളരെ സാവധാനം എക്സെയിൽ ചെയ്യുന്നു, 4 സെക്കൻഡ്സ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു. ഇതൊരു ബോക്സ് ആണ്. ഇത് നമ്മളുടെ കോർട്ടിസോൾ ലെവലിനെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. പിന്നൊന്ന് ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും. ഗ്രൗണ്ടിങ് ടെക്നിക്ക് 5 4 3 2 1
അതൊരു എക്സർസൈസ് പോലെയാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ആ സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾക്ക് വേറൊന്നിലേക്ക് പോകാനും വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എല്ലാ കാര്യത്തിനും സ്ട്രെസ്സിനും ഒക്കെ അത് വളരെ നല്ലതാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറയും, അതല്ലെങ്കിൽ സെൽഫ് ഡിസ്റ്റൻസിങ് എന്നൊക്കെ പറയും. അതായത് നമ്മളുടെ ആ പ്രശ്നത്തിൽ നിന്ന് എത്രത്തോളം അകന്ന് നിൽക്കുന്നുവോ അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും. അപ്പോ ഇത് നമ്മളുടെ പ്രശ്നം അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അതല്ലെങ്കിൽ നമ്മളെ കീഴടക്കുന്ന ആ ഇമോഷൻസ് ഉണ്ടല്ലോ, പേടിയായാലും ആങ്സൈറ്റി ആയാലും ഒക്കെ, അയാളെ വേറൊരു വസ്തുവായിട്ട് സങ്കല്പിക്കുക ചെയ്യുക. ഇപ്പൊ നമ്മള് സാധാരണ എനിക്ക് പേടിയാകുന്നു എന്നാണല്ലോ പറയാ, അല്ലേ? അപ്പൊ അത് ഞാൻ ആ ഇമോഷൻ ആവുകയാണ്. അതിനു പകരമായി ആ ഇമോഷനെ ഒരു വസ്തു, എൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ട്, അപ്പൊ ആ ഇമോഷനെ നമ്മൾ വേറൊരു വസ്തുവായിട്ടാണ് കാണുന്നത്. ആ രീതിയിൽ കണ്ടാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നീട് വേറെ ഒന്ന് പറയുന്നത് സെൽഫ് ടോക്ക് ആണ്. നമ്മൾ സാധാരണ പറയാറുള്ളതാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. സെൽഫ് ടോക്ക് ഇൻ തേർഡ് പേഴ്സൺ, അതായത് എന്നിലുള്ള ഒരാളുണ്ടല്ലോ ഞാൻ എന്ന് പറയുന്ന ഒരു സെൽഫിനോട് സംസാരിക്കുക. ഇങ്ങനെയാണ്, അത് മൂന്നാമതൊരാൾ. അതായത് എനിക്കൊരു പ്രശ്നമുണ്ട്, അതിന് ഞാൻ തന്നെ അഡ്രസ്സ് ചെയ്യുകയാണ്. നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം, ഫജറുന്നിസ എന്താണ് നിന്റെ പ്രശ്നം, നിനക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്, നിനക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് എന്നിലെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന അതായത് നമ്മൾ ഈ മിറർ ടോക്ക് ഒക്കെ ചെയ്യാറില്ലേ? മിറർ ടോക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സ്വന്തം പ്രശ്നങ്ങൾ കണ്ണാടിയിൽ നോക്കി, നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി നമുക്കത് പറയാൻ പറ്റും. വളരെ എഫക്റ്റീവാണ്, ഞാൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടതൊക്കെയാണ്. സൈക്കോളജി പഠിച്ച ആൾക്കാരൊക്കെ അറിയാമായിരിക്കും എംപ്റ്റി ചെയർ മെത്തേഡ്. എംപ്റ്റി ചെയർ ടെക്നിക്ക് ഉണ്ടല്ലോ. ഒരു ചെയർ അവിടെ വെറുതെ ഉണ്ടാവും, അതിൽ നമ്മൾ സങ്കല്പിക്കുകയാണ് അതിലൊരാളുണ്ട് എന്ന്. എന്നിട്ട് അവരോട് നമ്മുടെ എല്ലാം നമ്മൾ അവരോട് പറയുകയാണ്. അപ്പൊ ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഉള്ളത് ബ്രെയിൻ ഡംപിങ് ആണ്. നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളും അല്ലെ മിക്കവാറും നെഗറ്റീവ് തോട്ടുകളായിരിക്കും. ഇതിങ്ങനെ വന്ന് നിറഞ്ഞ് ഒരു കൊഗ്നിറ്റീവ് ഓവർലോഡ് ആകും. ആ ലോഡിനെ കുറയ്ക്കാനായി, ഈ ചിന്തകളെ എടുത്ത് പുറത്തേക്ക് കളയാനായി പേപ്പറും പേനയും എടുക്കുക. എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് എഴുതി വെക്കുക. അത് എങ്ങനെ തോന്നുന്നോ, എത്ര നേരമാണോ, അത് അതുപോലെ അങ്ങോട്ട് ഈ ലോഡിനെ നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്ത് പറ്റും, ഈ ലോഡ് കുറെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുറെ സ്പേസ് വരുമല്ലോ അവിടെ. നമ്മളെ ഫോണും ലാപ്ടോപ്പും ഒക്കെ അങ്ങനെയല്ലേ, കുറെ ആകുമ്പോൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ നമ്മുടെ ബ്രെയിനിലുള്ള ഭാരങ്ങളെ കുറെ പേപ്പറിലേക്ക് എഴുതി വെക്കുമ്പോൾ ബ്രെയിൻ ലോഡ് കുറയുകയും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ട മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള സ്പേസ് കിട്ടുകയും ഒക്കെ ചെയ്യും. ഒരു എനർജി കിട്ടിയാലല്ലേ ഇത് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇത് ഫുള്ളിങ്ങനെ ലോഡാണ്. ആ ഭാരങ്ങളെ ഇറക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോ ഇഗോർ ഗ്രോസ്മാൻ നമ്മളോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ ലളിതമായ ഒരു കാര്യം. നമ്മളുടെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുക എന്നുള്ളതാണ്. ഞാൻ എന്നോട് തന്നെ എമ്പതിയും സ്നേഹവും ഒക്കെ ഉള്ള ആളായിട്ട് മാറുക എന്നാണ് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിൽ അവസാനമായിട്ട് പറയുന്നത്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾക്കെല്ലാവർക്കും മറ്റുള്ളവർക്ക് വെളിച്ചമാവുക എന്നത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവരുമാണ് അല്ലേ? അപ്പോ മറ്റുള്ളവർക്ക് അങ്ങനെയല്ലേ? അപ്പോ മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നതോടൊപ്പം
ആ വെളിച്ചത്തെ നമുക്ക് മുന്നേ നടക്കാനുള്ള വഴി കൂടി കാണുന്ന രീതിയിൽ ആവുക എന്നുള്ളതാണ്. നമ്മൾ ആ മറ്റുള്ളവർക്ക് നൽകുന്ന പ്രകാശം നമ്മളെയും മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കണം. അത് നമ്മൾ ശീലിക്കുകയും വേണം. ഇതാണ് സോളമൻസ് പാരഡോക്സ് കൊണ്ട് ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഉറങ്ങിപ്പോയോ ആരെങ്കിലും ഒക്കെ? ഇല്ല ഇല്ല, താങ്ക് യു വെരി മച്ച്. നല്ല ഒരു പവർഫുൾ മെസ്സേജ് ആയിരുന്നു. താങ്ക് കാരണം യു. ഇത് നമ്മൾ റെഗുലറായിട്ട് ഫേസ് ചെയ്യുന്ന കാര്യമാണല്ലോ. യു ഗെറ്റ് സോ മച്ച് ഇൻവോൾവ് ഇൻ യുവർ ഓൺ പ്രോബ്ലംസ് ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു തിങ്ക് ക്ലിയർലി ആൻഡ് ലോജിക്കലി. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ മാറി നിന്ന് നമ്മൾ ചിന്തിച്ചാലേ അത് ശരിയാവത്തുള്ളൂ. ശരിയാണ്. ആ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ അതിന്റെ സയന്റിഫിക് കാര്യം, ഈഗോർ ഗ്രോസ്മന്റെ എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞതും നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചു. എങ്ങനെയാണ് ഇത് പറ്റുന്നത് എന്നുള്ളത്. അമിഗ്ഡല ഹൈജാക്കിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു എക്സ്പെരിമെന്റ് ഞാനിപ്പോ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം എനിവേ, അമിഗ്ഡല ഹൈജാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ടെക്നിക്കും കൂടെ പറഞ്ഞു തന്നു. സോ ഇറ്റ്സ് വെരി ഗുഡ്. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാൽ ഇതെല്ലാം കൂടെ ഒരു കണക്റ്റ് ആയി വന്നപ്പോഴത്തേനെ ഒരു ഐ ഓപ്പണർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബെനിഫിഷ്യൽ ഫോർ ഓൾ ഓഫ് അസ്. അപ്പൊ അതുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ് ഫോർ അത്. ആ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ ഇടയായത് തന്നെ എനിക്ക് തോന്നുന്നേ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇതൊക്കെ നമ്മള് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് വരാനും, ഇന്നിപ്പോ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേന് അത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു, നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് ബെനിഫിഷ്യൽ ഫോർ ഓൾ. പിന്നെ ഈ കോഗ്നിറ്റീവ് ഡംപ് പറഞ്ഞില്ലേ, ശരിക്കും ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളത് എഴുതി വെച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒത്തിരി വ്യത്യാസം വരും. അത് തന്നെയാണ് നമ്മൾ ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക്. എക്സാക്ട്ലി. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറഞ്ഞു തന്ന ഓരോ സ്റ്റെപ്പും വളരെ നമ്മളത് ഫോളോ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് തന്നെയാണ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഹൈജാക്ക് ആൻഡ് ബി ഏബിൾ ടു തിങ്ക് വൈസ്ലി. സോ വെരി ഗുഡ്. നല്ലൊരു മോർണിംഗ്, നല്ല പ്രസന്റേഷൻ, ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഈ നമ്മള് കൗൺസിലിംഗ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം 2 കൗൺസിലിംഗ് കൂടുതൽ ക്ലയന്റിനെ കൂടുതൽ എടുക്കൂല. കാരണം ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ തലയൊക്കെ കൂടി ഇങ്ങനെ പെരുക്കും, ഒരുമാതിരിയാവും. അപ്പൊ ഞാൻ അവരോട് സംസാരിക്കില്ല. ഞാൻ ചിലപ്പോൾ ആരോട് സംസാരിക്കില്ല, ഞാൻ ഒന്ന് പോയി റെസ്റ്റ് എടുക്കും. അപ്പൊ അത് നമ്മൾക്ക് ശരിക്കും നമ്മൾ അപൂർവം ചില സമയത്തെങ്കിലും ഈ എന്താണ് ട്രാൻസ്ഫറൻസ് ഉണ്ടാവും, നമുക്ക് കൗണ്ടർ ട്രാൻസ്ഫറൻസ് അല്ലെ. അവരുടെ പ്രശ്നത്തിൽ നമ്മൾ അമിതമായിട്ട് അങ്ങനെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കണക്റ്റഡ് ആവും. ഇതിങ്ങനെ അന്ന് നമ്മളും അനുഭവിച്ചതാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു തോട്ട് വരും. അപ്പോഴ് അതാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെ കൗൺസിലർ ആകാൻ പാടില്ല എന്നാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെയാവും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറെ അതൊന്ന് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരുവിധമൊക്കെ പഠിച്ചു വരുന്നു. വെരി ട്രൂ. ശരിക്കും നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന്റെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെ അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള സ്റ്റെപ്സ് എടുത്ത് അതിൽ നിന്ന് പിന്മാറുക. അതർവൈസ് ഇറ്റ് വിൽ അഫക്റ്റ് us. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്. നല്ലൊരു സെഷനായിരുന്നു. കേൾക്കാത്തൊരു വിഷയമാണ്. ഈ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മാം പറഞ്ഞ ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. മാം പറഞ്ഞ പോലെ തന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം അങ്ങനെ പറയും അല്ലെ, അവനവൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പഠിച്ച സൈക്കോളജിയും പഠിച്ച കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പം എല്ലാ പ്രശ്നമാണെങ്കിലും, പാരന്റിങ് ആണെങ്കിലും, നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് ആണെങ്കിലും, എന്താണെങ്കിലും അതേസമയം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ ഈസിയാണ്. എനിക്ക് അത് പറയുമ്പോൾ ഒരു സീൻ ഓർമ്മ വരുന്നുണ്ട്. ഒരു CID മൂസ എന്ന് പറയുന്ന മൂവിയിൽ ഹർഷി അശോകൻ പറയുന്നുണ്ട് കൊച്ചിൻ ഹനീഫയുടെ അടുത്ത്,
നമുക്ക് സാർ എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. അതേ സിറ്റുവേഷനാണ്. നമുക്ക് എഴുതാനേ അറിയുള്ളൂ, അത് അത് വായിക്കാൻ നമുക്ക് ശരിയാ. അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് എന്തായാലും അതിനൊരു പേര് കിട്ടി ഇപ്പം. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു യൂണിവേഴ്സൽ പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. അപ്പൊ അതിലൊരു സന്തോഷം. എന്തായാലും അതിന്റെ സയന്റിഫിക് കാര്യങ്ങളൊക്കെ മാം വിശദമായിട്ട് പറഞ്ഞു. പിന്നെ മാം പറഞ്ഞത് ഒരു അങ്ങനെ തന്നെയാണ് അനുഭവം. നമ്മൾ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിയൊന്നും അങ്ങനെ പ്രവർത്തിക്കില്ല. ബുദ്ധിയും ഈ പറഞ്ഞ വിസ്ഡം ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നത്തിൽ ആഡ് ചെയ്യുന്ന പോലെ ഒരു ഇമോഷൻ, അത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പം അവിടെ നമ്മൾ ഇമോഷൻ മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോജിക്കലായിട്ട് ചിന്തിക്കുക ചെയ്യുക. ഓവറോൾ അടിപൊളി സെഷനായിരുന്നു. കുറേ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ആസ് യൂഷ്വൽ. താങ്ക് യു മാം. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ദേഷ്യം വരുമ്പോഴും വികാരഭരിതനായിരിക്കുമ്പോഴും ഒന്നും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല അതെ എന്ന് അതെ പറയില്ലേ. അതെ, നമ്മുടെ ഇതിൽ പറയുന്നുണ്ടല്ലോ, ദേഷ്യം വരുമ്പോൾ ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കരുത്. അങ്ങനെ അത് എടുക്കുന്ന തെറ്റായിരിക്കും തീരുമാനങ്ങൾ ഒരുപാട്. തെറ്റായിട്ടേ വരുള്ളൂ. പിന്നെ മാം പറഞ്ഞ ഡിസ്റ്റൻസിങ്ങും പലപ്പോഴും, പ്രത്യേകിച്ച് പാർട്ട്നേഴ്സൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പരമാവധി കുറച്ച് സമയം മാറി നിൽക്കുക. അപ്പം അതൊന്ന് തണുക്കും. ഉം. അതും അവിടെ മാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന സ്വന്തം പ്രശ്നങ്ങളാകുമ്പോഴും അങ്ങനെ തന്നെ കുറച്ചൊക്കെ ഒന്ന് മാറി നിൽക്കുക, ഈ പറയുന്ന ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുക. ആ സമയത്ത് നമ്മൾ അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടിയുള്ളൂ. അപ്പൊ ഒന്ന് റിലാക്സ് ആയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇതിൽ തന്നെ ഗ്രോസ്മാൻ പറയുന്നുണ്ട്, പിന്നെ എന്താണ്, ഫ്ലൈ ഓൺ ദ വോൾ എന്ന്. അതായത് ഒരു ഈച്ച വോളിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നതായിട്ട് നമ്മള്, അതായത് ഈച്ച എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്, അവിടെ ഇരുന്നിട്ട് ഈ പ്രോബ്ലത്തെ നമ്മൾ നോക്കിക്കാണുക എന്നാണ്. അപ്പൊ നമുക്കത് മനസ്സിലാകും. പക്ഷെ നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ആ വികാരത്തളിച്ചയിൽ നമ്മൾ അത് മറന്നു പോകുന്നു. നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് നോക്കാതെ തന്നെയാണ് പ്രതികരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു വേറെ എക്സ്പീരിയൻസ് കൂടെ പറയാം. നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത്. അത് പക്ഷേ വേറൊരാളോട് ഷെയർ ചെയ്യുമ്പം ആള് പരിഹാരം പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് തന്നെ കിട്ടും പരിഹാരം. പക്ഷെ അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും എന്താണ് നമ്മുടെ പ്രശ്നം. അപ്പൊ അവിടേക്ക് ഈ പറയുന്ന പോലെ സെൽഫ് ടോക്ക് ഒക്കെ യൂസ് ചെയ്താൽ വർക്ക് ചെയ്യായിരിക്കും. പലപ്പോഴും ക്ലാരിറ്റിയുടെ കുറവായിരിക്കും എവിടെയാണ് പ്രോബ്ലം ഉള്ളത് എന്നുള്ളത്. എന്തായാലും നല്ല പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ചിലപ്പോൾ അത് പാർട്ട്ണർ ആയിരിക്കും, ചിലപ്പോൾ അത് ഫ്രണ്ട്സ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സ്പേസ് അവിടെ ഉണ്ടാവും. നമ്മൾ സാധാരണ പറയില്ലേ, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പങ്കുവയ്ക്കണം. സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിക്കും, സങ്കടം പങ്കുവയ്ക്കുമ്പോൾ അത് പകുതിയാകും. അങ്ങനെയാണ് പറയാ. അതെ അതെ. എന്തായാലും അടിപൊളി സെഷൻ. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Be the fly on the wall. That's very true. Very good. Definitely നമുക്കത് ഒബ്ജക്റ്റീവായിട്ട് നമുക്കത് നോക്കാനായിട്ട് ശരിക്കും പറ്റും. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഇന്നലെയല്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ എന്നെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. ആൻഡ് ഐ ഫെൽറ്റ് റിയലി അപ്സെറ്റ് അബൌട്ട് സംതിങ് ടുവേർഡ്സ് വൺ പേഴ്സൺ. അപ്പം എനിക്ക് അത് ഉണ്ടായി കഴിഞ്ഞപ്പം ഇത് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമല്ലോ. അപ്പൊ അന്നേരം കടലിനപ്പുറത്തുള്ള എൻ്റെ മകളെ വിളിച്ച്, ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. അപ്പം അവളൊരു സൈക്കോളജിസ്റ്റുമാണ്. അത് കൂടാതെ ഞങ്ങളെ വളരെ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ അന്നേരം ഞാൻ പെട്ടെന്ന് ഇവളെ വിളിച്ചു, ഇവളോട് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവളിതൊക്കെ ശ്രദ്ധയോടെയൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ അവളോട് പറഞ്ഞു, ഐ റിയലി ഫെൽറ്റ് ലൈക്ക് ടോക്കിംഗ് ടു ദിസ് പേഴ്സൺ. വിളിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി പുള്ളിയോട്. what he did is wrong. അപ്പൊ അത് പുള്ളിയോട് പറയണം, അങ്ങനെ ഇനിമേലിൽ അങ്ങനെ ചെയ്യരുതെന്നുള്ള രീതിയിൽ സംസാരിക്കണമെന്നൊക്കെ തോന്നി. അപ്പൊ ഞാനിങ്ങനെ മോളോട് ചോദിച്ചു, മോളെ, ഐ റിയലി ഫീൽ ലൈക്ക് ടോക്കിംഗ് ടു ഹിം ആൻഡ് what do you think? അവൾ പറഞ്ഞു, അമ്മ, don't do that now. You're too emotionally charged. You can talk to him later. Don't do that എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ സംസാരിച്ചില്ല. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ അത് പിന്നീട് ഇന്നലെയൊക്കെ ആണെങ്കിലും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഐ വാസ് തിങ്കിങ്, ഗുഡ് തിങ് ദാറ്റ് ഐ ഡിഡ്ന്റ് ടോക്ക് ടു ഹിം ആൻഡ് ഐ ഡോണ്ട് റിയലി ഫീൽ ലൈക്ക് ടോക്കിംഗ് ടു ഹിം അഗൈൻ. കാരണം നേരത്തെ ഇതുപോലെ സാഹചര്യം ഉണ്ടായപ്പോൾ പുള്ളിയോട് സംസാരിച്ചിട്ടുള്ളതാണ്. ബട്ട് ഹി കീപ്സ് ഡൂയിങ് ഇറ്റ്. അപ്പൊ അന്നേരം പിന്നെ ഇനിയും സംസാരിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ എന്റെ എനർജി കളയുന്നത്? സോ
ശരിക്കും നമ്മളത് പിന്നത്തേക്ക് മാറ്റി വെക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ വൈസ് തിങ് ടു ഡു. അത് ഐ ഫീൽ മോർ പീസ്ഫുൾ അബൌട്ട് ഇറ്റ്. സംസാരിക്കാതിരുന്നത് നന്നായി എന്നുള്ള ചിന്ത തന്നെയാണ് എനിക്ക്. സോ താങ്ക് യു. ഈ ബി ദ ഫ്ലൈ ഓൺ ദ വാൾ എന്ന് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒളിഞ്ഞു നോക്കുന്നതിനാണ് ആ ഒരു പ്രയോഗം. ഇപ്പൊ രണ്ടുപേര് സംസാരിക്കുന്നത് അവര് കേൾക്കാതെ കാണാതെ ഒളിഞ്ഞു നോക്കുക. പക്ഷെ മാം പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് നമ്മളെ തന്നെ ഒളിഞ്ഞു നോക്കുക. അതെ, ആ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ അതിന്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. ഒളിഞ്ഞു നോക്കുക എന്നുള്ളത് അത് നമുക്ക് നമ്മളോട് തന്നെ പ്രയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. ഇന്ന് സമയം മാറിയത് കൊണ്ടാന്ന് തോന്നുന്നു ആൾക്കാര് തീരെ കുറവുണ്ട് അല്ലേ? അതെ. ഹലോ, ഹലോ, പറഞ്ഞോളൂ മാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഇന്ദു. കേൾക്കാം, ശബ്ദം പക്ഷെ കുറവാ. കുറച്ച് ഫീബിൾ ആണ്, സൗണ്ട് കുറവാ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. കേൾക്കാം. ഇപ്പം ബെറ്റർ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എന്നത്തെ പോലെ തന്നെ ഉഷാറാക്കി തന്നു. നമുക്ക് ഓരോ ടോപ്പിക്കും ഓരോ ചിന്തകളും നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ തരത്തിലായിരിക്കുമല്ലോ മാറ്റങ്ങൾ വരുത്തുക. അപ്പൊ നമുക്ക് പുതിയ പുതിയ അറിവുകൾക്ക് നമ്മളുടെ വിൻബിളിനോട് നമ്മൾ എപ്പോഴും നന്ദി ഇത്തരത്തിലുള്ള ഒരു ഇത് തന്നതിന്, അവസരങ്ങൾ തരുന്നതിന്, ഓരോരുത്തരുടെ അടുത്തുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ അറിവുകൾ കിട്ടുമ്പോൾ നമ്മൾക്ക് അവിടെ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തില് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അവിടെ മാനേജ് ചെയ്യാൻ പലപ്പോഴും ഫെയിലാവാണ്. അപ്പൊ ഓരോ കാര്യങ്ങളാണെങ്കിലും പാരന്റിങ്ങിലാണെങ്കിലും എല്ലാം നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഏതറ്റം വരെയും നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിന്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കും. അതേ ആള് ചിലപ്പോ നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കുന്ന നല്ല ആളാണ് ഇപ്പൊ ഈ ഉപദേശിക്കുന്നത് എന്നുള്ള രീതിയായിരിക്കും പലപ്പോഴും നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവുക. അപ്പം ഈ ഒരു ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പലപ്പോഴും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ജേണലിങ്, ടോക്കിങ്, അതേപോലെ തന്നെ ബോക്സ് ബ്രേക്കിങ്, എംപ്റ്റി ചെയർ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മളവിടെ തയ്യാറാവുക എന്നുള്ളതാണ്. ആ ചെയ്യാനുള്ള ഒരു തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ്. അവിടെ നമ്മൾ ആ ഒരു തയ്യാറാവാൻ എടുക്കുന്ന ആ ഒരു സിറ്റുവേഷനെ അവിടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഒരാളോട് ഇപ്പൊ പാരന്റിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ പറയാറുണ്ട് ഒന്ന് വിട്ട് നിൽക്കണമെന്ന്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് അവിടെ വിട്ട് നിൽക്കാനായിരിക്കില്ല, നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള കാര്യം പറഞ്ഞങ്ങോട്ട് തീർക്കണം എന്നുള്ളതായിരിക്കും. പക്ഷെ ആ പറഞ്ഞു തീരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമ്മളുടെ വാക്കിനെ, നമ്മളുടെ ഓരോ കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ ഒന്ന് നമ്മൾ ചിന്തിക്കണം എന്നുള്ളത്. പക്ഷെ ആ ചിന്തിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ചിന്തിക്കാനുള്ള ഒരു സമയം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പം ഒരിക്കൽ കൂടി ഫജ്റു മാം, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്ദു മാം. എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു.
സൂസൻ മാം പറഞ്ഞ പോലെ സമയം മാറിയതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കുറച്ച് നാൾ നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. ക്ലാസ് എടുത്ത ഫജറുന്നീസ മാമിനും. ഇനി ഇതുപോലത്തെ പുതിയ പുതിയ അറിവുകളൊക്കെ ആയിട്ട് വരണം. താങ്ക് യു. Thank you very much, and yes, good day to everyone. Thank you, and same to you.